ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ലോകം മുഴുവൻ ഞെട്ടിച്ചൊരു മഹാവ്യാധിയായിരുന്നു കൊറോണ. അക്കാര്യത്തിനെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് ആർക്കും ഇപ്പോഴും താല്പര്യമില്ല. അത്രത്തോളം ഭയമാണ് കൊറോണയെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ. ആ കൊറോണ എന്നുള്ളൊരു മഹാ വൈറസ് ലോകം മൊത്തം കീഴടക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ എടുത്തുകൊണ്ട് പോയപ്പോൾ അതിന് വളരെ ഞൊടിയിടയിൽ നമ്മൾ അതിനുള്ള മരുന്നുകൾ കണ്ടെത്തി, അതിനുള്ള വാക്സിനേഷൻ എടുപ്പിക്കുന്നു. പാൻഡമിക്കിൻ്റെ ഭീതി എല്ലാ സ്ഥലങ്ങളും അടഞ്ഞു കിടക്കുന്നു. നമ്മളെല്ലാം ഐസൊലേറ്റഡ് ആയിട്ട് മാറിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ്, അഥവാ കഴിഞ്ഞ ആഴ്ചയാണ്, സിഡ്നിയിൽ ലോകാരോഗ്യ സംഘടന സിഡ്നിയിൽ കണ്ടെത്തിയിട്ടുള്ള എംപോക്സ് വൈറസ് സ്ഥിരീകരണത്തോടുകൂടി ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എംപോക്സ് എന്ന് പറയുന്ന വൈറസിനെ എന്തുകൊണ്ട് ഇത്രത്തോളം ഭയക്കുന്നു, അഥവാ എംപോക്സ് എന്നുള്ള വൈറസ് വളരെ കാലത്തിന് മുമ്പേ കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് ഇന്നും അതിന് വാക്സിൻ ഇല്ല? ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം വളരെയധികം ആൾക്കാരുടെ ജീവനെടുത്തിട്ടുള്ള എംപോക്സിന് എന്തുകൊണ്ട് നമ്മുടെ ഈ ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ള ഭരണാധികാരികളും ഭരണവർഗവും കോർപ്പറേറ്റ്സും അതിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല? അതോടൊപ്പം തന്നെ എംപോക്സ് വ്യാപനം ഇപ്പൊ ചൈനയിലേക്ക് കടക്കുന്നതിനെ അല്ലെങ്കിൽ ചൈനയിലേക്ക് എത്തുന്നതിനെ കുറിച്ചൊക്കെ ഭയങ്കര ആശങ്ക ജനിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പല രാജ്യങ്ങളിലേക്കും ഇതിന്റെ ഈ ഒരു വൈറസുമായിട്ട് വാഹകരായിട്ട് പലരും എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്താണ് എംപോക്സ് ബാധിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുമോ? അതോ ആൾക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രചരിക്കുന്ന മറ്റൊരു കൊറോണയ്ക്ക് ശേഷം ചില ആൾക്കാരുടെ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു വൈറസ് ആണോ എന്നുള്ള കാര്യം വ്യക്തവും വിശദമായിട്ട് നോക്കാം. വെൽക്കം ടു മൂപ്പൻസ് വ്ലോഗ്സ്. ഇറ്റ്സ് മീ ശരത് പരമേശ്വർ. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ നാട്ടും പുറത്ത് പണ്ട് വസൂരി എന്ന് പറഞ്ഞ് വസൂരിക്കല എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു. വസൂരി കാരണം പണ്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. അതിനുശേഷം വാക്സിനേഷൻ കണ്ടെത്തുകയും ആ വാക്സിനേഷൻ നമ്മൾ ഇന്നും നമ്മുടെ പുതുതലമുറകളിലേക്ക് അടക്കം ഇഞ്ചെക്ട് ചെയ്ത് വസൂരി എന്നുള്ള മഹാവ്യാധി നമ്മൾ തടുത്തു. എന്നാൽ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിലും പല സ്ഥലങ്ങളിലും അൺഹൈജീനിക് ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമായിട്ട് കാണുന്നതാണ് ഈ നമ്മുടെ ചിക്കൻ പോക്സ്, അതോടൊപ്പം തന്നെ സ്മോൾ പോക്സും ചിക്കൻ പോക്സും രണ്ടാണ്. അപ്പം കാണുമ്പോൾ രൂപത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സംഭവം രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള വൈറസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ വൈറസിനെ കുറിച്ച് നമ്മൾ ആദ്യം പിടിക്കുന്നു, നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു. അധികം ആൾക്കാർ ഇപ്പോഴും വരുന്നില്ല. എങ്കിലും ആ രോഗം ബാധിച്ച ആൾക്കാരുമായിട്ടുള്ള സംസർഗത്തിൽ നമുക്ക് വീണ്ടും അത് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ചിക്കൻ പോക്സ് പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ സ്മോൾ പോക്സ് പോലുള്ള രോഗങ്ങൾ വന്ന ആൾക്കാർ അധികം മറ്റുള്ള ആൾക്കാരുമായിട്ട് ഒരു തരത്തിലും അവരെ ബന്ധപ്പെടാൻ അനുവദിക്കാതെ അവരെ ഐസൊലേറ്റ് ചെയ്യുന്നത്. എന്നാൽ അതിനെക്കാട്ടിലും ഭീകരമായിട്ടുള്ള വില്ലനായിട്ട് മാറിയിരിക്കുകയാണ് എംപോക്സ് എന്നുള്ള രോഗം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മങ്കി പോക്സ് എന്നാണ്. എന്തുകൊണ്ട് മങ്കി പോക്സ് എന്നുള്ള പേര് വന്നു എന്നുള്ള കാര്യത്തിന് 1958 മങ്കികളുടെ ഒരു കോളനി നടത്തി, അഥവാ കുറച്ച് കൂട്ടമായിട്ടുള്ള മങ്കികൾ നടത്തിയ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള അവരുടെ ശരീരത്തിൽ വന്നിട്ടുള്ള പോക്സ്, അഥവാ ഈ നമ്മുടെ വസൂരിക്കല പോലുള്ള ഈ നമ്മുടെ ചിക്കൻ പോക്സ് പോലുള്ള കുമിളകൾ പോലിരിക്കുന്ന ആ ഒരു തരത്തിലുള്ള അത് എംപോക്സും അഥവാ മങ്കി പോക്സ് എന്നുള്ള കാര്യമായിട്ട് സ്ഥിരീകരിക്കുന്നത്. ആ മങ്കി പോക്സ് ശരിക്കും പറഞ്ഞാൽ ആ മങ്കികളിൽ നിന്നും മറ്റ് ജനങ്ങളിലേക്ക്, നമ്മുടെ മനുഷ്യരിലേക്ക് പകരുന്നതാണെന്നും അത് പകർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കരമായിട്ട്, അഥവാ 2 ആഴ്ചയോളം അത് നീണ്ടു നിൽക്കുന്ന ആ ഒരു ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വരികയും അതിന്റെ ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1 to 10% ആണ്. അതായത് 2 തരത്തിലുള്ള വൈറസുകളാണ് ഇതിന് മങ്കി പോക്സുമായിട്ട് ബന്ധപ്പെട്ട്. എംപോക്സിൽ 2 തരം വൈറസാണ് ഉള്ളത്. അതിലൊന്ന് വെസ്റ്റ് ആഫ്രിക്കൻ ക്ലെയ്ഡും 2 സെൻട്രൽ ആഫ്രിക്കൻ ക്ലെയ്ഡുമാണ്. വെസ്റ്റ് ആഫ്രിക്കൻ വൈറസുകൾ ബാധിക്കപ്പെടുന്ന ആൾക്കാരുടെ മരണനിരക്ക്, അഥവാ 100 പേരിൽ എടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ മരണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ സെൻട്രൽ ആഫ്രിക്കൻ ക്ലെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് വൈറസ് ബാധിക്കുന്ന ആൾക്കാർ 100 പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 പേര് ഏതാണ്ട് മരണത്തിന് കീഴടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പഠന റിപ്പോർട്ടുകൾ വരുന്നത്. ഈ ഒരു വൈറസ് ശരിക്കും പറഞ്ഞാൽ കോങ്കോ എന്ന് പറയുന്ന ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആഫ്രിക്കൻ കൺട്രികളുടെ ഭാഗങ്ങളുമായിട്ട് അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെയാണ് ഇത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ദരിദ്ര രാഷ്ട്രങ്ങളിൽ പടർന്ന് പന്തലിക്കുന്ന കാര്യങ്ങളെ കണ്ടിട്ടും ഇത്രയും കാലമായിട്ട് 1958 കണ്ടെത്തിയ വൈറസ്, അതിനുശേഷം 1970 കോങ്കോയിലാണ് ആദ്യമായിട്ട് മനുഷ്യനിലേക്ക് ഇത് പകരുകയും ചെയ്യുന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. അന്ന് അത് പടർന്നത് 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയിലാണ് കോങ്കോയിൽ ഈ ഒരു വൈറസ് പടർന്നത്. 2003 ഇത് അമേരിക്കയിലേക്കും പടരുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് നമ്മുടെ കോങ്കോയിൽ നിന്നും ആയിട്ടുള്ള വൈറസ് ഇൻഫെക്ഷൻ ഉള്ള ഒരു നായയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതിലൂടെ ഈ ഒരു സംഭവം അവിടെ അമേരിക്കൻ കൺട്രിയിലേക്കും ഈ ഒരു കാര്യം എത്തുകയുണ്ടായി. 2017-18 കാലത്ത് നൈജീരിയ വളരെയധികം വൻതോതിൽ ഈ ഒരു വൈറസ് വളരെയധികം വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഗുരുതരമായത് 2022 മുതൽ ഇതിന്റെ വളരെയധികം വലിയ രീതിയിൽ മറ്റ് ആഫ്രിക്കൻ കൺട്രീസിൽ, യൂറോപ്യൻ കൺട്രീസിലടക്കം പല രാജ്യങ്ങളിലേക്കും ഈ ഒരു നമ്മുടെ ഈ വൈറസ്, അഥവാ എംപോക്സ് എന്ന് പറയുന്ന വൈറസിന്റെ അതിവ്യാപനം ഉണ്ടാവുകയും ആ പല രാജ്യങ്ങളിൽ നിന്നും, അതായത് നമ്മുടെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളിൽ, അഥവാ മങ്കികളിൽ മാത്രമല്ല, ഇത് നമ്മുടെ എലികളിൽ, അതോടൊപ്പം തന്നെ പെരിച്ചാഴികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പന്നിയെലി, വലിയ എലി എന്നൊക്കെ പറയില്ലേ, ആ എലികളിലടക്കം ഉണ്ടായിട്ടുള്ള രോഗമാണ്. അതിനുശേഷം അത് മങ്കികളിലേക്കും അതോടൊപ്പം അതിനുശേഷം മനുഷ്യരിലേക്കും ഇത് ഇടപഴകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതുണ്ടാവും.
ഇത് മനുഷ്യരിലേക്ക് ഇടപഴകിയതിനു ശേഷം ഇത് എങ്ങനെയാണ് മനുഷ്യരിൽ നിന്ന് ഹ്യൂമൻ ടു ഹ്യൂമൻ, അനിമൽ ടു ഹ്യൂമൻ എന്നുള്ള രീതിയിലേക്കും ഈ വൈറസ് വളരെയധികം ഇതാവും. പല അനിമൽസിലേക്ക് എന്താണ് ഇൻഫെക്റ്റഡ് ആവുന്ന വൈറസും മനുഷ്യരിലേക്ക് അധികം സ്പ്രെഡ് ആവാൻ സാധ്യത കുറവുള്ളതാണ്. എന്നാൽ ഈ ഒരു വൈറസ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻസിനെ എന്താണ് ഇൻഫെക്റ്റഡ് ആക്കുന്ന രീതിയിലേക്കുള്ളതാണ്. ഇതൊരു സൂവോണോട്ടിക് വൈറൽ ഡിസീസ് എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യനുമായിട്ട് വളരെയധികം അടുത്ത കോൺടാക്ട് വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ഇത് ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുകയുള്ളൂ. മനുഷ്യരിൽ നിന്ന് അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയിൽ നിന്ന് ആ കുട്ടിയിലേക്കും അതോടൊപ്പം തന്നെ എന്താ പറയുക നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്നുള്ള ഫ്ലൂയിഡുകൾ വഴിയും ലൈംഗിക ബന്ധത്തിലൂടെയും ഒക്കെ ഈ ഒരു രോഗം പകരും. ഈ ഒരു വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്മോൾ പോക്സ് രോഗം ബാധിച്ച ഒരാളെ പോലെ തന്നെയാണ്. അതിനകത്ത് മസിൽ പെയിൻ ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ബോഡി പെയിൻ ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള സിമിലാരിറ്റീസ് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്മോൾ പോക്സ് വരുന്ന വ്യക്തികൾക്ക് ഉണ്ടാവുന്ന ഏതാണ്ടുള്ള സിമിലാരിറ്റീസ് ഈ ഒരു രോഗത്തിനുള്ള ആൾക്കാർക്കും സിംറ്റം ആയിട്ട് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഒരു വൈറസ് ബാധിക്കുന്ന ആൾക്കാരുടെ നമ്മുടെ പ്രൈവറ്റ് പാർട്സിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ട്. ആദ്യം ഫേസിൽ ചെറുതായിട്ട് വരും, എന്നിട്ട് ശരീരത്തിലേക്ക് പല സ്ഥലങ്ങളിലേക്കും പല ഗ്രന്ഥികളിലേക്ക് അത് പകരുകയും തൊലിപ്പുറത്ത് കൂടുതൽ കാണുകയും, എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ട് ഏരിയയിലാണ് ഇത് കൂടുതലായിട്ട് വ്യാപിക്കുകയും കൂടുതലായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരിൽ ശരിക്കും പറഞ്ഞാൽ മരണനിരക്ക് കൂടുതലായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളിൽ ഇതിന്റെ മരണനിരക്ക് കൂടുതൽ കാണുന്നു. അതോടൊപ്പം തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളിലേക്ക് ഇത് ബാധിക്കുന്ന സമയത്ത് കുട്ടികളിലേക്കും ഇത് കൂടുതൽ അത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നു. ലൈംഗികപരമായിട്ടുള്ള ബന്ധം ഏർപ്പെടുന്ന സമയങ്ങളിൽ ഇത് ആ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അടുത്ത് മറ്റു വ്യക്തിയിലേക്ക് ഇത് പകരാനുള്ള സാധ്യത ഉണ്ടാവും. അവരറിയാതെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഏതാണ്ട് 2 ആഴ്ചയോളം ഇത് നീണ്ടു നിൽക്കും. സാധാരണ വൈറസ് ബാധിച്ചതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ഈ ഒരു മെഡിക്കേഷൻ, അതായത് നിലവിൽ സ്മോൾ പോക്സിനുള്ള വൈറസിനുള്ള മെഡിസിൻ തന്നെയാണ് നിലവിൽ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. എങ്കിലും ചില ആൾക്കാരിലെങ്കിലും ആ ഒരു മരുന്ന് ഫലം കാണാതെ തീർച്ചയായിട്ടും അവർ മരണത്തിലേക്ക് കീഴടങ്ങുന്ന സാഹചര്യം 100-ൽ 1 മുതൽ 10 വരെ ആൾക്കാർ ചിലപ്പോൾ മരണപ്പെടാനുള്ള സാധ്യത ഈ ഒരു രോഗം അഥവാ ഈ ഒരു വൈറസ് ബാധിച്ചാൽ ഉണ്ടാകും എന്നുള്ളൊരു ഭീതിയാണ് WHO ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ വൈറസ് ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് പണ്ട് നമ്മൾ ചൈനയിൽ നിന്നും വന്നിട്ടുള്ള നമ്മുടെ കൊറോണയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളെ സെൻട്രൽ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ നിന്നാണ് ഈ ഒരു വൈറസ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. അഥവാ ആഫ്രിക്കൻ കൺട്രീസിലേക്കൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ട് അവരിൽ നിന്നാണ് ഇത് പകർന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ട് ഇത് ഭയങ്കരമായിട്ടുള്ള ആശങ്കയ്ക്ക് ഇടവരുത്തുകയും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലേക്ക് പോയി വരുന്ന ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഐസൊലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ അവരെ കൂടുതലായിട്ട് ആരോഗ്യ പരിചരണം നടത്തിയിട്ട് അവർക്ക് ഈ വൈറസ് ഇൻഫെക്ഷൻ നടക്കുന്ന കാര്യം മുമ്പ് നമ്മുടെ കൊറോണ എങ്ങനെ ബാധിച്ച ആ ഒരു സാഹചര്യമുണ്ടോ അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിലും WHO ഇപ്പം മറ്റുള്ള രാജ്യങ്ങൾക്ക് അതിനുള്ള നിയന്ത്രണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ള വാക്സിനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഈ 1958 കണ്ടെത്തി 1970 നമ്മുടെ മനുഷ്യന്റെ ഹ്യൂമനിലേക്ക് പകരുന്ന ഒരു വൈറസിനെ കണ്ടെത്തിയിട്ട് ഇത്രയും കാലമായിട്ട് ഒരു തരത്തിലുള്ള വാക്സിനും കണ്ടെത്തിയിട്ടില്ല. അതിന് കാരണം നിങ്ങൾക്ക് തന്നെ ഈ ഒരു ചോദ്യത്തിൽ തന്നെ ഉണ്ട്. കാരണം ഇത് ആഫ്രിക്കൻ കൺട്രികളിലാണ് ഇതിന്റെ തുടക്കം, അഥവാ ആദ്യമായിട്ട് പകരുന്നത് 9 മാസം പ്രായമുള്ള ആഫ്രിക്കൻ കുട്ടിയിലേക്കാണ്. അതിനുശേഷം ആഫ്രിക്കയിൽ പല 10,000-15,000 ആൾക്കാർ ഈ ഒരു അസുഖം ബാധിച്ച് അല്ലെങ്കിൽ ഈ ഒരു വൈറസ് കാരണം മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം നമ്മുടെ പരിഷ്കൃത ആധുനിക ലോകത്തുള്ള ആൾക്കാർ അതിനെ വലിയ രീതിയിൽ കണ്ടിട്ടില്ല. ഇന്ന് അതേ വൈറസ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പടരുന്നത് കാണുമ്പോൾ ഈവൻ സിഡ്നിയിലേക്ക് ഇത് എത്തിയ സമയത്താണ് WHO പോലും ബോധം വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് പെട്ടെന്നുള്ളൊരു ഈ ഒരു ഇതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാക്സിൻ കണ്ടെത്താനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനികളെയും അതുപോലെ തന്നെ മെഡിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റിസർച്ചിനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞേക്കുന്നത് ആലോചിച്ച് നോക്കണം. ഇത്രയും കാലം നമ്മുടെ രാജ്യങ്ങളിൽ ഇപ്പം കൊറോണ വന്നിട്ട് വിത്തിൻ നമ്മളെ ഒരു 5 months നമ്മൾ അതിനുള്ള വാക്സിൻ കണ്ടെത്തി. പക്ഷേ ആ വാക്സിൻ്റെ ക്ലിനിക്കൽ ട്രയലിൻ്റെ ഒരു വിഷയപ്പെട്ട് അല്ലെങ്കിൽ ആ വാക്സിൻ എടുത്തത് കൊണ്ട് മാത്രം മരണപ്പെട്ടിട്ട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേയധികം വിവാദങ്ങൾ നടക്കുന്നു. എങ്കിലും ഇത്രയും വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു വൈറസിന് ഇതുവരെ വാക്സിൻ കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുടെ സംഘടന അങ്ങനെ അവരൊന്നും ഇടപെടാതെ അവരൊന്നും ഇതിലേക്ക് ഒരു തരത്തിൽ ശ്രദ്ധ കൊടുക്കാതെ ആഫ്രിക്കയിലുള്ള ആൾക്കാർ മരണപ്പെട്ട് വീഴുമ്പോൾ അവർക്ക് ആർക്കും ഒന്നും നൊന്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നു. അപ്പോൾ ഇനി തീർച്ചയായിട്ടും മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ്, അമേരിക്കൻ കൺട്രീസിലും മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഇപ്പോൾ ഈവൻ സ്വീഡനിലടക്കം ഈ ഒരു കാര്യം വന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഫലപ്രദമായിട്ടുള്ള വാക്സിനേഷൻ അല്ലെങ്കിൽ വാക്സിൻ കണ്ടെത്തപ്പെടും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജനസംഖ്യ തിങ്ങിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ എങ്ങാനും ഈ ഒരു കാര്യം വന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്ര ആൾക്കാരുടെ മരണത്തിലേക്ക് ഇത് വഴിവെക്കുമെന്നുള്ള ഭീതിയാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ഈ ഒരു കാര്യം നമ്മുടെ ഒരു ആഗോള അടിയന്തരാവസ്ഥ, ആരോഗ്യ അടിയന്തരാവസ്ഥ എന്നുള്ള രീതിയിലേക്ക് ഇത് എത്തിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ബോക്സ് ചെയ്യപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത്.